തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPIM-നെതിരെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM BJP ഡിയിലുണ്ടെന്ന ആരോപണവുമായി ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനാണ് രംഗത്തെത്തിയത്. കഴക്കൂട്ടം MLA-യും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾ നടത്തുന്നതെന്നും ആനി അശോകൻ ആരോപിച്ചു. കോർപ്പറേഷനിൽ BJPക്ക് വോട്ട് മറിക്കാനാണ് ധാരണ. പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കടകംപള്ളിക്ക് വോട്ട് നൽകുമെന്നും ആനി അശോകൻ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള CPIM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ BJPക്ക് വോട്ട് മറിയാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ആനി അശോകൻ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് ഉറപ്പിക്കാനാണ് നീക്കം. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഏകാധിപത്യമാണ്. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമെന്നും ആനി അശോകൻ ആരോപിച്ചു. കഴിഞ്ഞ തവണ ചെമ്പഴന്തി വാർഡിൽ ആരും തന്നെ അറിയാത്ത ഒരാളെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അന്ന് നേതാക്കൾ എതിർത്തിരുന്നു. ചെല്ലമംഗലത്തെ പൗടിക്കോണത്തും സമാനമാണ് സാഹചര്യം. അവിടെയും സ്ഥാനാർത്ഥിക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു. അവിടെ പാർട്ടിക്കാർ തന്നെയാണ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതെന്നും ആനി അശോകൻ പറഞ്ഞു. ആ പാറ്റേൺ ആണ് ഇത്തവണയെന്നും ആനി അശോകൻ വ്യക്തമാക്കി. കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ് താൻ. അന്ന് പൗടിക്കോണത്തു നിന്നായിരുന്നു മത്സരിച്ചത്. 5 വർഷം ഏറെ ബുദ്ധിമുട്ടിയാണ് താൻ ഭരണം നടത്തിയത്. തന്റെ കർത്തവ്യം നിർവഹിക്കാൻ കടകംപള്ളി അനുവദിച്ചിരുന്നില്ല. അന്ന് വിഭാഗീയത രൂക്ഷമായിരുന്നു. താനിരിക്കുന്ന കസേരയിൽ നായ്ക്കിരണ പൊടി വരെ വിതറിയിട്ടുണ്ട്. അന്ന് താൻ മറ്റൊരു കസേരയിലാണ് ഇരുന്നത്. ഇത് പരസ്യമായ രഹസ്യമാണ്. സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നടപടി ഉണ്ടായില്ല. BJPയുമായുള്ള കടകംപള്ളിയുടെ അന്തർധാര എല്ലാവർക്കും അറിയാമെന്നും ആനി അശോകൻ കൂട്ടിച്ചേർത്തു. എന്തായാലും CPIM-നെതിരെ ആനി അശോകൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ വൻ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം വെളിപ്പെടുത്തലുകൾ പൊതുരാഷ്ട്രീയ ചർച്ചയായി ഉയരുന്നത് CPIM-ന് പ്രതിച്ഛായ പ്രശ്നമായി മാറാമെന്നതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഇത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെയും പ്രചാരണത്തെയും നേരിട്ട് ബാധിക്കാനിടയുണ്ടെന്നും രാഷ്ട്രീയ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഉൾക്കലഹങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് CPIM. പക്ഷേ ഇത്തവണ ആനി അശോകന്റെ പരസ്യമായ ആരോപണങ്ങൾ പാർട്ടിയുടെ ആഭ്യന്തര ഐക്യത്തെ ഗൗരവമായി ബാധിക്കാനാണ് സാധ്യത. മുന്നിലുള്ള ദിവസങ്ങളിൽ പാർട്ടി ഇതിനെ എങ്ങനെ നേരിടുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.